അവർക്ക് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം പൊട്ടറ്റോ ചിപ്സ് A+ ഇല്ലായിരുന്നു. A ഗ്രേഡേ ഉള്ളായിരുന്നു. അല്ല A+ ഉണ്ടായിരുന്നു. അത് പഠിക്കുന്നുള്ളായിരുന്നു. എന്നെ ഇവിടെ ഒരാഴ്ച നിൽക്കാൻ വേണ്ടി കൊണ്ടുവിട്ടത് അവർക്ക് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. എടി മിടിക്കാണ് ആരാ മോളെന്ന് കണ്ട 2 ദിവസമായിട്ട് പറയുന്നത് വീട്ടിൽ പോയി കുറച്ച് ദിവസം നിക്കണമെന്ന്. അങ്ങനെ എന്തായാലും മൃദുല ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. ഇനി സത്യസന്ധമായിട്ട് പറ, ഈ കള്ളതരം പറ. കുറച്ച് ദിവസം നിൽക്കാന്ന് വിചാരിച്ചു. ഇനി ഞാൻ എന്ന് പറഞ്ഞു ഞാൻ വിളിക്കാം. 2-3 ദിവസം കഴിയുമ്പോ വിളിക്കാം. നമുക്ക് അച്ഛനും അമ്മയും കണ്ടോളാൻ വയ്യുന്നു. ഇല്ല അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. ഓക്കെ ബൈ 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 ബൈ. യെസ്, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു പിരിഞ്ഞിരിക്കുന്നത്. അതെ, ആദ്യമായിട്ടാണ് നമ്മൾ പിരിഞ്ഞിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട്. ഈ പഴയ ഒരു സംഭവം ഓർമ്മ വന്നു കേട്ടോ. നമ്മൾ കല്യാണത്തിന് മുമ്പ് നമ്മൾ ഈ ഫോൺ വിളിക്കുന്നത് അങ്ങനത്തെ ഒന്നും പിന്നെ ഇല്ലായിരുന്നല്ലോ. കാരണം എപ്പോഴും ഞാനും മുതലേ ഒന്നിച്ചുണ്ട്. എനിക്ക് പിരിയെന്ന് പറയാൻ അത്രയ്ക്കും സമയമൊന്നുമില്ല, വെറും 3 ദിവസമേ ഉള്ളൂ. പക്ഷെ എന്നാലും കോൾ ചെയ്യുന്നത് നമ്മൾ കുറവായിരുന്നല്ലോ. അങ്ങനെ ഫോൺ അങ്ങനെ യൂസ് ചെയ്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തില്ല, വീഡിയോ കോൾ ചെയ്തില്ല. കാരണം നമ്മൾ എപ്പോഴും ഒന്നിച്ചുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സ്നേഹിക്കുന്ന സമയത്ത് ഓർമ്മയൊക്കെയാണ്. എന്തുവാടേ ഞാൻ ഇല്ലാതെ പൊളിക്കുവല്ലേ. അത് അമ്മയുടെ നൈറ്റ് കറക്റ്റാ. നല്ല നൈറ്റ് ആയത്. ഞാൻ വിചാരിച്ചില്ല വ്ലോഗ് എടുക്കുന്നു. 3 ദിവസമായില്ലേ? 3 ദിവസമായില്ലേ? 3 ഇത് 4-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ PUBG കളിച്ച് മരിച്ചില്ലേ മറ്റേ ഐപാഡില്? മിസ് ചെയ്തൊന്നുമില്ലല്ലോ. ഏയ് മതി ഒറ്റയ്ക്ക് സൂചിച്ചത്. ഓഹോ, ഞാൻ പറഞ്ഞില്ലല്ലേ നീ ഇവിടെ ഒന്ന് നിക്കാൻ. ഇവിടെ കിടന്ന് വിളിക്കുവല്ലായിരുന്നു അമ്മയൊക്കെ. എന്നിട്ട് പരാതി, കുറച്ച് ദിവസം നെല്ല് നിനക്ക് ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ലായിരുന്നു. വിഷമം. വയറ് കുറഞ്ഞാടി. ഐസപ്പം 5 മാസം കഴിഞ്ഞ കേട്ടോ. എന്തായാലും 6 മാസം തുടങ്ങാറായിട്ടുണ്ട്. നല്ലോണം അറിയാം ആണല്ലേ? ചവിട്ടുന്ന ഇപ്പൊ അറിയാം എനക്കൊക്കെ. പിന്നെ നല്ലോണം അറിയാം. ഇവിടെ വന്നിട്ട് ഞാൻ അത്ര ഡയറ്റ് ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെയല്ല, ഫോണിൽ ഒന്നും തിന്നത്തില്ല. എല്ലാം മധുരം വേണ്ട, എണ്ണ വേണ്ട, ഒന്നും നല്ലതൊന്നും തിന്നില്ല. നല്ലതിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന നല്ല ആഹാരമൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തിന്നുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഒന്നും തിന്നില്ല, ഒന്നും വേണ്ട. പണ്ടത്തെ ഇഷ്ടങ്ങളൊക്കെ പൊട്ടിച്ചില്ല. ഫോണിൽ കളി ഉണ്ടായിരുന്നു. ഫോണില് കുറച്ചൊക്കെ കളിക്കുന്നത് സമയം കിട്ടത്തില്ല. ഇവിടെ ഒരു എന്റെ കൂടെ കാര്യം പറഞ്ഞോണ്ടൊക്കെ ഇരിക്കും. ഞാൻ ഫോണിൽ കളിച്ചോന്ന് ചോദിക്കാനാ. അവിടെ ഇല്ലേ കളിച്ചേ ഫോണിൽ? എന്തുവാ കറിയൊക്കെ? എന്തുവാ? മോട്ടക്കറി. മീൻകറിയാ? കത്രിക്കക്കറി. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്. കൊണ്ടാട്ടം, കത്രിക്കക്കറി, പപ്പടം, തൈര്. ഇത് ആറ്റുമീനാണ്. അതെവിടെ കിട്ടി? കൊണ്ടുവന്നോ? നിന്റെ അല്ലേ ഫേവറേറ്റ് മുട്ടക്കറി? ഇഷ്ടമാണ്. അതും ഒരു മുട്ട കാര്യത്തിന് തിന്നുന്നു, 2-3 പറക്കി തിന്നു. അച്ഛാ ബൈ, പോവാ. അതെ, അപ്പോൾ ശരി, ഞാൻ അടുത്തുള്ള കാണാം. അപ്പൊ എന്താ വേറൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മൃദുലയുടെ B.Ed സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനായിട്ട് കുറെ നാളായിട്ട് വെയിറ്റ് കയറി, അതുകൊണ്ട് ലേറ്റ് ആയിട്ടോ. നല്ല ലേറ്റ് ആയി. അപ്പൊ എന്തായാലും B.Ed പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് പൊട്ടിക്കാൻ കേട്ടോ. റോളല്ലേ? റോളാ. ഇതിന്റെ അകത്തൊരു റൗണ്ട് സാധനം ഉണ്ട്, അതിനകത്തായിരിക്കുന്നത്. ഇനി ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോണം. എന്റെ അടുത്താണോ ചോദിക്കുന്നത് നിനക്ക് പോണോ പോണ്ടേ? കുഞ്ഞൊക്കെ ആയി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് മാറ്റം എന്തേലും. ഒരാഴ്ച പോലും ആയില്ല. ഓ, നീ ഒരു ട്രോളത്തി തന്നെ. രാത്രിയും കിടന്ന് അവിടെ കുത്തും ഇവിടെ കുത്തും. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അറിയാം. ഇപ്പൊ അമ്മ ഈ പുട്ടുകുറ്റി ഉണ്ടെന്നോളു. അമ്മ ബോറടിച്ചവിടെ ഇല്ലാതെ? ബോറടിയൊന്നുമില്ല. എനക്ക് ബോറടിച്ചാടി അമ്മ ഇല്ലാതെ. അടിപൊളി. അപ്പൊ നമ്മളിതേ വീട്ടില് വന്നു, ഫ്രഷായി കുളിച്ച്. അപ്പൊ പൊട്ടറ്റോ ചിപ്സ്. എടാ ഇതിന്റെ മറ്റേ തൊണ്ടറുണ്ടല്ലേ, പ്രിങ്കിൾസ്. എടാ കറക്റ്റ് ഇല്ലേ? അതാണെങ്കിൽ ഇരിക്കുന്നത്. പക്ഷെ കേരള യൂണിവേഴ്സിറ്റി ആണ് പ്രൊഡക്ഷൻ. അവര് പുതിയ സാധനം കുറയ്ക്കാതാ. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇല്ല, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ അവളെ സർട്ടിഫിക്കറ്റ് ഇതിനകത്താണ് കേട്ടോ. അച്ഛന്തി
എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഈ ബി.എഡിന്? ഇതിനകത്ത് മാർക്കുണ്ടോ? ഗ്രേഡ് ആണല്ലേ? അല്ല എന്റെ ഗ്രേഡ് ആയിരിക്കും ഗസി. എ ഗ്രേഡ് അല്ലേ? ഓ അതുകൊണ്ടായിരിക്കും ഇത്ര ഇതാക്കി കോൺഫിഡൻസ്. ഈ പഠിക്കുന്നവർക്ക് കോൺഫിഡൻസ് കൂടുതലേ. എനിക്കുണ്ടായിരുന്നു, പഠിക്കത്തില്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കോൺഫിഡൻസിന് ഒരു കുറവില്ല. ഒരു കുറവില്ലായിരുന്നു. കൊച്ചു ഇപ്പോഴും കണ്ടോ കൊച്ചു അതാണ് എന്റെ വിജയം. ആക്ടിങ് പഠിത്തവും വേണം, എല്ലാം വേണം, കറക്കം വേണം. പക്ഷെ കറക്കം മാത്രമായി പോരുത്. അതൊക്കെ ഇപ്പൊ ആരിലൂടെ ചോദിച്ചാ? അതൊക്കെ ഈ കഥയൊക്കെ ഇപ്പൊ ആരിലും ചോദിച്ചാ? ഈ സർട്ടിഫിക്കറ്റ് പൊട്ടിക്കാൻ എന്റെ കഥ എന്ന് പറഞ്ഞിട്ട് അല്ലെ അവന് ITക്ക് റാങ്ക് ഹോൾഡർ അല്ലായിരുന്ന? അതിൽ ITക്ക് ഫസ്റ്റ് അല്ലായിരുന്ന ക്ലാസ്സില്? കൊച്ചു എങ്ങനെയാ ലുക്കിലെന്നേ ഉള്ളു, പഠിക്കൊക്കെ ചെയ്യുക. പക്ഷെ താല്പര്യം ഇല്ലായിരുന്നു. അതെ, ജോബ് ഓഫറിന് ലെറ്റർ വരും. ആ പോവാത്തയാ ഇപ്പോഴും വരും. സർട്ടിഫിക്കറ്റ് ഞാനും എങ്ങനെ നോക്കിയത് അച്ഛനെ ഓപ്പൺ ചെയ്യുന്ന പറ്റിച്ച് നമുക്ക് ഇതിനകത്ത് പേപ്പർ മാത്രമേ ഉള്ളൂ. അത് അത്രേ ഉള്ളു അച്ഛാ. അച്ഛാ തിരിച്ചച്ഛാ. ആ അങ്ങനെ തന്നെ. ഓ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ആ നിങ്ങൾ ആദ്യം കാണുന്നത് എ ഗ്രേഡ്. എവിടെ? ആ എ ഗ്രേഡ് ഉണ്ട് കേട്ടോ. A+ ഇല്ലായിരുന്നു അതിന്. എ ഗ്രേഡേ ഉള്ളായിരുന്നു. അല്ല A+ ഉണ്ടായിരുന്നു. പഠിക്കുന്നുള്ളായിരുന്നു. പ്ലസ് ഉണ്ടല്ലേ? A+ ഉണ്ട്. എന്നെക്കാളും മാർക്ക് കൂടുതലുള്ള പിള്ളേരുണ്ടായിരുന്നു. കാരണം പഠിക്കാൻ കഷ്ടപ്പെട്ട് കുറെ പിള്ളേർ കഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇതിനുവേണ്ടി എത്ര കൊല്ലം ഹോസ്റ്റലിൽ നിന്നു? 2 കൊല്ലം. അതുകൊണ്ട് നിങ്ങൾക്ക് കറങ്ങാനും പറ്റി. ഇത് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളെ കറക്കും. അമ്മ അന്തരമ്മ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറങ്ങാനും പറ്റി. നാച്ചുറൽ സയൻസ് ആയിരുന്നല്ലേ? നാച്ചുറൽ സയൻസ്, ബയോളജി, ബോട്ടണിയും സുവോളജി ഒക്കെ വരുന്നതിന് നാച്ചുറൽ. ഇതപ്പോ കൊടുത്തിട്ട് നീ സ്കൂളിൽ കയറണ്ടേ? ഇത് ഞാൻ തന്ന പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കോളേജിലൊക്കെ പോയി പഠിച്ച് ഭയങ്കര മാർക്ക് പഠിക്കുന്നത്. അമ്മ ഞാൻ തന്ന പോലെ കരുതണം. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരേപോലെ ഇവിടെ എല്ലാവരും സെപ്പറേറ്റ് ഒന്നും ഇല്ല. ഇത് നമ്മുടെ വിജയം. അതെ അതെ നമ്മുടെ എല്ലാവരുടെയും. അതെ. ഓക്കെ വായിച്ച് നമ്മള് അല്ല നമ്മള് 8ാം ക്ലാസ് ഗുസ്തിയാ. സന്തോഷം. അങ്ങനെ ഈ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവല്ലേ? ചോദിക്കും ഇത്ര നാൾ എന്ത് ചെയ്തു അപ്പൊ പറഞ്ഞാൽ മതി. ഇവനെ കൊണ്ട് കാണിച്ചാൽ മതി, ഇവനാണ് ഇതിന് എല്ലാം ഉത്തരവാദി. അതൊരു റീസൺ അല്ലേ? റീസൺ ആണ്. പിന്നെ ഇതൊക്കെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അല്ല എക്സ്പീരിയൻസിന് നമ്മളെ മറ്റേ ഷോർട്സ് സ്കെച്ച് എടുത്ത് കാണിച്ചാൽ മതി. അയ്യോ അത് കാണിച്ച ജോലിയേ കിട്ടത്തില്ല. പിന്നെ നമ്മളെ തന്നെ പഠിപ്പിച്ച് നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ല. അയ്യോ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോയി തീർന്ന് ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോ തന്നെ അപ്പൊ നമ്മളിത് രാത്രി എന്തോ പരിപാടി? സമൂസ. ഷീറ്റ് കൊച്ചു പോയി വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ഇതിനകത്ത് സാധനം വെച്ചിട്ട് ഓ എനിക്ക് ഗ്രേവി സെറ്റായ പൊട്ടറ്റോ ഒക്കെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇത് എങ്ങനെ മടക്കിയപ്പോ വന്നതോ? അങ്ങനെ തന്നെ മുടക്കിയത് കറക്റ്റാ. എത്ര തോനെ ഷീറ്റ് ഉണ്ടല്ലോ ഇത്. തോനെ എനിക്കൊന്നത് വെക്കുമ്പോഴേ പൊങ്ങി വരുമായിരിക്കും. നമ്മുടെ എയർ ഫ്രയറിൽ ഒന്ന് എയർ ഫ്രയറിൽ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ നമ്മുടെ സമൂസ. ഈ സാധനത്തിൽ കുറെ ഫുഡ് വെക്കും കഴിച്ചാൽ കുറെ വീഡിയോ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സമൂസ ഇതെന്താ പയറാണോ? ഗ്രീൻ പീസും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തേ കൊച്ചു താണ്ട സമൂസക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കി കേട്ടാ. ഉരുളം കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ഇട്ട് അതിനകത്ത് ചാറ്റ് മസാലയും മുളകുപൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ടേ. പാനിപ്പൂരി ഉണ്ടാക്കുന്ന നല്ല മസാല.
ഇവിടെ ഇപ്പം മടക്കി കാണിച്ചു തരും കേട്ടോ. ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ ഇങ്ങനെ മടക്കാം. നമ്മുടെ സമൂസ റെഡി. കൊച്ചു ഇവിടെ എണ്ണ പുരട്ടുകയാണ് സുഹൃത്തുക്കളെ. പുറത്തുനിന്ന് വാങ്ങിയ സമൂസ എനിക്ക് അത്ര ഇഷ്ടമല്ല ഗൈസ്. ശരി, സമൂസയിലും പുറത്തും ഗ്രീൻ പീസ് വയ്ക്കില്ലേ? ഒരിക്കലും തിന്നത്തുമില്ല. ഇതൊന്നും ഉണ്ടാവും കഴിയട്ടെ. അത്തം ഇടുന്നോടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷേപ്പുള്ളത് നമ്മൾ കയറ്റാം ആദ്യമേ. അതെ, ഇത് ഒരു ഷേപ്പും ഇല്ലാത്തേട്ടാ. മടക്കി അമ്മ ഓടി നടന്ന് ഊട്ടുന്നു. അവിടെ ഇവിടെ കൊച്ചു ഞാൻ. നാളെ തേങ്ങ അരച്ച മീൻകറി കഴിച്ചു. കൊറേ നാളായിട്ട് നമ്മൾ തേങ്ങ അരച്ച് മീൻകറി വെക്കാറില്ല. ഇന്ന് അമ്മ വെച്ചു. തിന്നാൻ പറ്റും. നമ്മുടെ സാധനം പപ്പടം പോലെ വന്നു കേട്ടോ. എനിക്കൊന്നും ഇത് എണ്ണ വറക്കുന്നതിന്റെ ആ ഒരു തീർത്ത കിട്ടത്തില്ല കേട്ടോ. ഇങ്ങോട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ചൂടുണ്ട്. സമൂസ കൊണ്ട് വെച്ചിട്ട് സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞ എയർ ഫ്രയർ വെച്ചിട്ട് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ സാധനം. ബാക്കി നമ്മൾ എണ്ണ ഫ്രൈ ചെയ്ത കേട്ടോ, അത് എയർ ഫ്രയറിൽ. പിന്നെ അത് ഹെൽത്തിയാണ്, ഇത് അൺഹെൽത്തിയാണ്. അത്ര അത് നല്ല വെളിച്ചെണ്ണയില്ല. ഇത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ, കുഴപ്പമൊന്നും. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒന്ന് ചിക്കൻ മെഹബൂബ ട്രൈ ചെയ്ത് കേട്ടാ. നമ്മൾ ഹോൾ ചിക്കൻ നമ്മൾ എയർ ഫ്രൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഹാഫ് കുക്ക് ആക്കിയിട്ട് പിന്നെ ഫുള്ളായിട്ട് ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും സാധനം എങ്ങനെയുണ്ട് വെച്ചു? സൂപ്പർ അല്ലേ? നമ്മൾ ഈ മുട്ടയൊക്കെ അതിയിട്ട് വേവിച്ചേട്ടോ. ഞാൻ വിചാരിച്ചു ഓഹോ പാളും, പക്ഷെ കറക്റ്റ് അരി കറക്റ്റ് വേവും, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് അല്ലേ? സൂപ്പർ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ മന്തി ഒന്നും കടയിൽ നിന്ന് മേടിച്ച് തിന്നാറില്ല. ഇതിൻ്റെ അകത്ത് നെയ്യും വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ, രക്ഷയില്ല. അടിപൊളി കേട്ടാ. നല്ലോണം വേണ്ടില്ലേ? നല്ലോണം. ഇന്നത്തെ സമൂസ പിഴച്ചെങ്കിൽ എന്ത്? ഇന്നത്തെ ബിരിയാണി മെഹബൂബ ചിക്കൻ അങ്ങനെ പറഞ്ഞു. മെഹബൂബ പാടിയിരുന്നെങ്കിൽ വേറൊരു പേര് കൂടി ഇടായിരുന്നു.